ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ YT സ്റ്റുഡിയോയിലുള്ള കുറച്ച് സെറ്റിങ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയണത്. അതിനായിട്ട് YT സ്റ്റുഡിയോ ഓണാക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ റൈറ്റ് സൈഡിൽ മുകളായിട്ട് കാണുന്ന പ്രൊഫൈൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ സെറ്റിങ്സ് കാണുന്നുണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. സെറ്റിങ്സ് എടുത്തതിന് ശേഷം അക്കൗണ്ടിന് താഴെ പുഷ് നോട്ടിഫിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ എനാബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുഷ് നോട്ടിഫിക്കേഷൻ താഴെ കമൻറ്റ്സ്, അനലിറ്റിക്സ്, അച്ചീവ്മെൻറ്റ്സ്, പോളിസി എന്നൊക്കെ എല്ലാം ഒന്ന് എനാബിൾ ചെയ്യാം. ഞാനിപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്, ഇല്ലെങ്കിൽ അത് ഹൈഡായിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ പുതിയ പുതിയ യൂട്യൂബേഴ്സൊക്കെ അവർക്ക് ഷോർട്സിൽ പോലും വ്യൂവേഴ്സ് ഇല്ല, ഓഡിയൻസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സെറ്റിങ്സൊക്കെ ഒന്ന് എനാബിൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലിലും വീഡിയോസിലൊക്കെ വ്യൂസ് കൂടും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ഒരു YT സ്റ്റുഡിയോയിൽ തന്നെ നമ്മുടെ പെൻസിൽ ഐക്കൺ കാണുന്നുണ്ടോ, പ്രൊഫൈലിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പെൻസിൽ ഐക്കൺ കാണുന്നുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഹോം ടാബ് കാണാൻ പറ്റും. ഹോം ടാബിൽ അതിന് താഴെ ഫോർ യു എന്നും കാണാൻ പറ്റും. അപ്പോൾ രണ്ടും ഒന്ന് ആക്റ്റീവായിട്ട് കൊടുക്കുക കേട്ടോ, എനാബിൾ ചെയ്ത് വെക്കുക. ഇതില്ലെങ്കിൽ നമ്മൾ ഹൈഡായിട്ടാണ് കാണുക. അപ്പോൾ അതിൽ തന്നെ മോർ സെറ്റിങ്സ് കാണാൻ പറ്റുമല്ലോ ബ്ലൂ കളറിൽ, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ, ഷോർട്സ്, ലൈവ് സ്ട്രീംസ് എല്ലാം ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അതൊക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എനാബിൾ ചെയ്യുകയാണെന്ന് പറയണത്. അതിനുശേഷം നമ്മൾ താഴെ ഓൾ കണ്ടൻറ്റ് അല്ലെങ്കിൽ റീസെൻറ്റ് കണ്ടൻറ്റ് ഓൺലി ഏതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് 12 months ഉള്ള വീഡിയോസ് മാത്രമേ നമുക്ക് ഫോർ യുവിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല ഏതായാലും. അതിനുശേഷം നമ്മളൊന്ന് ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ തന്നെ YT സ്റ്റുഡിയോയിൽ തന്നെ താഴെ ഡാഷ്ബോർഡ്, കണ്ടൻസ്, അനലിറ്റിക്സും ഒക്കെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൽ അനലിറ്റിക്സ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അനലിറ്റിക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിലായിട്ട് ഓവർവ്യൂ, കണ്ടൻറ്റ്, ഓഡിയൻസ്, ട്രെൻഡ്സ് എന്നൊക്കെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൽ ഓഡിയൻസ് ക്ലിക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ഓഡിയൻസ് നമ്മുടെ ഏത് ടൈമിലാണ് നമ്മളെ വീഡിയോസ് വാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓഡിയൻസ് നമ്മളിടുന്ന വീഡിയോ ഏത് ടൈമിലാണ് വാച്ച് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും ഡാർക്കായിട്ട് കാണിക്കുന്ന ഒരു ടൈമിൽ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ആ ഒരു ടൈമിലായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവുക. അപ്പോൾ അതിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ ഏറ്റവും മുകളിലായിട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുമല്ലോ നമുക്ക് ട്രെൻഡ്സ്, ഏറ്റവും അറ്റത്ത് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ട്രെൻഡ്സ്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ്ങിലായിട്ടുള്ള വീഡിയോസ് അതൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. ക്യാപ്ഷനൊക്കെ നമ്മൾ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ചെറിയ ചെറിയ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു അപ്പോൾ ഇത്രയൊക്കെയാണ് YT സ്റ്റുഡിയോയിലുള്ള സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീഡിയോയിലും ഇതൊക്കെ എനാബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യൂസൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. ബൈ, താങ്ക്